ബോസിനകത്ത് നമ്മുടെ അപ്പാനി ശരത്തും മസ്താനിയും തമ്മിലുള്ള വിഷയം സംസാരിച്ച് കോംപ്രമൈസിലെത്തിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാ അപ്പാനി ശരത്ത് പുറത്തു പോയ സമയത്ത് മസ്താനി ഇവിടെ വീട്ടിനുള്ളിൽ കിടന്ന് ഭയങ്കരമായിട്ട് കൈപിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ആരും തയ്യാറല്ലായിരുന്നു. അപ്പാനി തയ്യാറല്ലായിരുന്നു. അങ്ങനെ മസ്താനി വീട്ടിൽ രണ്ടാമത് വരുമ്പോഴും പുള്ളിക്കാരത്തിക്ക് വരണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുറത്ത് നല്ല സൈബർ ആക്രമണം ഏറ്റപ്പെട്ട പെൺകുട്ടിയാണ് മസ്താനി. കാരണം പുള്ളിക്കാരി അറിഞ്ഞില്ല പുള്ളിക്കാരിയുടെ ആ ഒരു പ്രവൃത്തിയില് ഇത്രത്തോളം സൈബർ ആക്രമണം പുറത്തുണ്ടാവുമെന്ന്. ഭയങ്കരമായ രീതിയിൽ പുള്ളിക്കാരിക്ക് സൈബർ ആക്രമണം ഉണ്ടായി. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് വന്നപ്പോ തന്നെ ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു. തിരിച്ചു പോണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിൽക്കണമെന്ന് താല്പര്യമില്ല എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അപ്പാനിശ്വരത്തിന്റെ അടുക്കെ കോംപ്രമൈസിന് പലരും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ അക്ബറ്, ജിഷിന്, അഭിലാഷ്, ഒനിയല് ഒക്കെ ശ്രമിക്കുന്നുണ്ട് മസ്താനിയായിട്ട് കോംപ്രമൈസ്. പക്ഷേ നമ്മുടെ അപ്പാനി ഇതിന് തയ്യാറല്ലായിരുന്നു. എന്തായാലും ഇന്നിപ്പോ രാവിലെ അവര് തമ്മിൽ കോംപ്രമൈസിലെത്തിയിരിക്കുകയാണ്. ഇവര് ക്യാമറയുടെ മുമ്പിൽ അപ്പാനിയും അക്ബറും ആര്യനും ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നു. അവരുടെ ഇഷ്യൂകളൊക്കെ പറഞ്ഞ് അവര് കോംപ്രമൈസിലെത്തിയിരിക്കുന്നു. ഇനി തങ്ങള് തമ്മിൽ യാതൊരു പ്രോബ്ലവും ഇല്ലെന്നും നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്നും നല്ല കൂട്ടുകാരായിരിക്കുമെന്നും ക്യാമറയെ നോക്കി പറയുന്നുണ്ട്. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്ത് അക്ബറും ഉണ്ട്. അക്ബർ പറയുന്നുണ്ട് ഇനിയിപ്പോ സോഷ്യൽ മീഡിയയുടെ വിഷയങ്ങൾ അങ്ങ് വിട്ട് കളയുക. ഇനി ഏതെങ്കിലും രീതിയിലെ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നൊക്കെ അക്ബർ മസ്താനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആര്യനും സപ്പോർട്ട് നിൽക്കുന്നുണ്ട് മസ്താനിക്ക്. അങ്ങനെ മസ്താനിയും അപ്പാനി ശരത്തും തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞ് കോംപ്രമൈസിൽ എത്തിക്കഴിഞ്ഞു.